ഏത് കാലത്തിലാണ് സി പി എമ്മിൻ്റെ നേതാക്കളൊക്കെ ജീവിക്കുന്നത് എന്ന് ചില സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നേതാക്കളുടെ പ്രതികരണങ്ങളുമൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോവുകയാണ്. മലയാളികളോടാണ് സി പി എം നേതാക്കളുടെ ഇത്തരത്തിലുള്ള പ്രതികരണം എന്നത് സി പി എമ്മിന് പോലും ലജ്ജ തോന്നുന്നില്ലേ എന്ന് നമ്മൾ ചോദിച്ചു പോവുകയാണ്. പ്രതിഭ എം എൽ എയുടെ മകനെ കഞ്ചാവ് കേസിൽ ഉൾപ്പെടുത്തി എക്സൈസ് വകുപ്പ് കേസെടുത്ത വിഷയത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എങ്ങോട്ടാണ് വഴി തിരിച്ചുവിടാൻ ശ്രമിക്കുന്നത് എന്നത് നോക്കൂ. മന്ത്രി പറയുന്നത് കുട്ടികൾ വലിച്ചത് വെറും പുകയിലയാണ് എന്നാണ്. ആവട്ടെ ആവാതിരിക്കട്ടെ, കുട്ടികൾ പുക വലിക്കുന്നത് തെറ്റാണോ? എം ടി വാസുദേവൻ നായരൊക്കെ പുക വലിക്കാറില്ലേ? ഞാൻ ജയിലിൽ കിടന്നപ്പോൾ പുക വലിച്ചിട്ടുണ്ട്, അത് തെറ്റാണോ എന്നൊക്കെയാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. പുന്നാര മന്ത്രി, നിങ്ങളുടെ പാർട്ടിയുടെ ഒരു എം എൽ എയെ ന്യായീകരിക്കാനോ വെള്ളപൂശാനോ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ എന്തൊക്കെ വിടുവാദങ്ങളാണ് താങ്കൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്ന സാമാന്യബോധം നിങ്ങൾക്ക് വേണം. അന്തരിച്ച എം ടി വാസുദേവൻ നായരെ പോലും അനാവശ്യമായി ഇത്തരത്തിലുള്ളൊരു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിലേക്ക് ഒരു സബ്ജക്റ്റാക്കി വലിച്ചിഴച്ചു കൊണ്ടുവരികയാണ് താങ്കൾ ചെയ്യുന്നത്. കുട്ടികൾ വലിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുന്ന താങ്കൾ എം ടിയെയും താങ്കളുടെ ജയിൽ കാലത്തെയും ഒക്കെ കുട്ടിക്കാലമായി സാമാന്യവൽക്കരിക്കുകയാണോ ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഏറെ അപകടം നിറഞ്ഞൊരു ചോദ്യം. കുട്ടികൾ പുകവലിക്കുന്നത് തെറ്റാണോ എന്ന് താങ്കളുടെ ചോദ്യം തന്നെയാണ്. തെറ്റല്ലെങ്കിൽ ആദ്യം മന്ത്രിയുടെ കുടുംബത്തിൽ നിന്നും തന്നെ ആ മാതൃക ആരംഭിക്കുകയാണ് വേണ്ടത്. പൊന്നുമന്ത്രി, ഒറ്റ കാര്യം, നിങ്ങളുടെ പാർട്ടിയിലെ അംഗങ്ങളെ വെള്ളപൂശണം എന്ന് വെച്ച് കേരളീയ പൊതുസമൂഹം നിങ്ങൾക്കൊത്ത് കാൽ മുറിക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഇത് വെള്ളരിക്ക പട്ടണം ഒന്നുമല്ല എന്ന് ആദ്യമേ തന്നെ പറയാം. ഇനി നിങ്ങൾ പറഞ്ഞതിലെ മറ്റൊരു കാര്യത്തിലേക്ക് വരാം. എല്ലാം ഓക്കെ, പെർഫെക്റ്റ് ഓക്കെ എന്നാണല്ലോ സംസ്ഥാനത്തെ ഇടത് ഭരണത്തെക്കുറിച്ച് നിങ്ങളും മന്ത്രിസഭയും പാർട്ടിയുമൊക്കെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ ഭാഷയിൽ നിരപരാധിയായ ഒരു കുട്ടിയെ പുകവലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത എക്സൈസ് വകുപ്പിൻ്റെ നടപടിക്കെതിരെ മന്ത്രി എന്ന നിലയിൽ താങ്കൾ അതിശക്തമായിട്ട് രംഗത്ത് വരണം. കേവലം ഒരു പ്രസംഗത്തിൽ മാത്രം അത് അവസാനിപ്പിക്കരുത്. ആ വകുപ്പിനെതിരെ നടപടിയെടുക്കണം. കുറ്റക്കാരെ പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയോ മറ്റേതെങ്കിലും നടപടിയെടുക്കണം. അല്ലെങ്കിൽ ആർക്കും ആർക്കെതിരെയും കേസെടുക്കാമെന്ന അവസ്ഥയല്ലേ ഉണ്ടാവുക? മാത്രമല്ല, ഈ കുട്ടികൾക്ക് നീതി കിട്ടുകയും വേണ്ടേ? താങ്കളുടെ ഭാഷയിൽ അത് അനുവദിക്കാൻ സാധ്യമല്ല എന്നത് ഭരണഘടനയിൽ വിശ്വാസമുണ്ടെങ്കിൽ അക്കാര്യം താങ്കൾ വ്യക്തമാക്കുകയും അതിൽ വ്യക്തത വരുത്തുകയും വേണം. ഇനി സി പി എം നേതാക്കൾ ചിന്തിക്കുന്ന ധാരണകളെക്കുറിച്ച് സംസാരിച്ചാൽ ഇവർ 21-ാം നൂറ്റാണ്ടിലെ ജനങ്ങളെ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെ തോന്നിപ്പോകും. നോക്കൂ, ഒരു സാംസ്കാരിക മന്ത്രിയാണ് ഇവിടുത്തെ ഒരു അധാർമികതയെ ന്യായീകരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് കൊടും ക്രിമിനലായ TP വധക്കേസിലെ പ്രതി കൊടി സുനി പരോളിൽ ഇറങ്ങുന്നത്. മാലയിട്ട് സ്വീകരിച്ചിട്ടുണ്ട് സി പി എം നേതാക്കൾ. ജാമ്യവും നീതിയും നിയമവും ഒക്കെയാണ് ഇപ്പോൾ സി പി എം നേതാക്കളുടെ സംസാരങ്ങളിലും ചർച്ചകളിലുമൊക്കെ. എന്നാൽ ഇതേ നിയമത്തെ ഇവർ മറ്റുള്ള പാർട്ടിക്കാർക്കോ മറ്റുള്ളവർക്കോ ഇവർ വകവെച്ച് നൽകുന്നുണ്ടോ? അതില്ല താനും. നോക്കൂ, പെരിയ ഇരട്ടക്കൊലക്കേസിൽ വിധി വന്നു കഴിഞ്ഞു. മുൻ MLA അടക്കം കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞു. LDF കൺവീനറുടെ ആദ്യ പ്രതികരണം എന്താണ്? ഈ കോടതിയുടേത് അവസാന വിധിയല്ല, അപ്പീൽ കോടതിയിൽ തങ്ങൾ പോകുമെന്ന്. ആവട്ടെ, പോവാനുള്ള അവകാശം ഈ രാജ്യം വകവെച്ച് നൽകുന്നുണ്ട്, നല്ല കാര്യം. പക്ഷേ നിങ്ങൾ പോവുകയും വേണം. പക്ഷേ അതിനു മുൻപ് നിങ്ങൾ CPM കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. കൃപേഷും ശരത്ലാലും അതിക്രൂരമായി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ ഈ കൊലപാതകത്തിന് ഉത്തരവാദിയായ CPM പ്രവർത്തകരെ പാർട്ടി സംരക്ഷിക്കില്ല എന്നായിരുന്നു അന്ന് നിങ്ങൾ പറഞ്ഞത്. പിന്നീട് കേസ് കോടതിയിലേക്ക് എത്തിയപ്പോൾ അവർക്ക് എല്ലാ നിയമസഹായവും നൽകിയെന്ന് മാത്രമല്ല, ഞാനും പൊതുസമൂഹവും നികുതിയായി നൽകുന്ന വരുമാനത്തിലെ വലിയൊരു തുക എടുത്തുകൊണ്ടാണ്, ലക്ഷക്കണക്കിന് രൂപ എടുത്തുകൊണ്ടാണ് ഈ കേസിൽ CBI വരാതിരിക്കാനും വക്കീൽ ഫീസായും ലക്ഷങ്ങൾ ഈ സർക്കാർ ഈ കേസിൽ നൽകിയത്. ഇതിനെക്കുറിച്ച് എന്താണ് CPM-നും നേതാക്കൾക്കും പറയാനുള്ളത്? തീർന്നില്ല. കേരളത്തിൽ നടന്ന ഏതെങ്കിലും കേസുകളിൽ CPM പ്രവർത്തകർ പ്രതിയോ കാരണക്കാരോ കുറ്റക്കാരോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൽ CPM മാപ്പ് പറയുകയോ കുറ്റമേറ്റെടുക്കുകയോ ചെയ്തിട്ടില്ല. തെറ്റ് തിരുത്തുമെന്ന് പറയുന്നു എന്നല്ലാതെ ഏതെങ്കിലും തെറ്റ് തിരുത്തിയത് കേരളീയ പൊതുസമൂഹത്തിന് ഓർമ്മയില്ല. പാർട്ടിക്ക് പങ്കില്ലെന്ന് പച്ചക്ക് പറയുകയും ക്രിമിനലുകളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് കാലങ്ങളായി നമ്മൾ കാണുകയാണ്.
കാലങ്ങളായി കേരളത്തിൽ ഇത് തന്നെയല്ലേ നടക്കുന്നത്? ഇങ്ങനെ പച്ചക്ക് കാര്യങ്ങൾ വെളുപ്പിക്കുമ്പോൾ പകലിനെ നോക്കി ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവാൻ CPM-ന്റെ കേഡർ പാർട്ടി പ്രവർത്തകരുണ്ടാകും. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം അത് വെച്ചു പൊറുപ്പിക്കില്ല എന്ന് ഇനിയെങ്കിലും CPM നേതാക്കൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.